നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് നെല്ലിക്ക. വൈറ്റമിൻ സി, ആന്റി ഓക്സിഡന്റുകൾ, നാരുകൾ, ആന്റി ഇൻഫ്ലമേറ്ററി പദാർത്ഥങ്ങളാൽ സമ്പന്നമായ ഒരു സൂപ്പർ ഫുഡാണ് നെല്ലിക്ക. പ്രതിരോധശേഷി, ദഹനം, ചർമ്മം, രക്തത്തിലെ പഞ്ചസാര നിയന്ത്രണം എന്നിവയ്ക്ക് മികച്ചതായ നെല്ലിക്ക സാധാരണമായി ജ്യൂസുകൾ, സപ്ലിമെന്റുകൾ, അച്ചാറുകൾ, പൊടികൾ എന്നിവയിൽ ചേർക്കുന്നു. എന്നിരുന്നാലും നെല്ലിക്ക എല്ലാവർക്കും അനുയോജ്യമായ ഒരു ഭക്ഷണമല്ല. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ചിലെ ഒരു പഠനമനുസരിച്ച് നെല്ലിക്കയിൽ ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് സെൻസിറ്റീവ് വ്യക്തികളിൽ അലർജിയായി പ്രവർത്തിക്കുകയും ചൊറിച്ചിൽ, വീക്കം അല്ലെങ്കിൽ ചർമ്മത്തിൽ പ്രകോപനം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കഴിവിന് നെല്ലിക്ക പ്രശസ്തമാണ്. ഇത് പ്രമേഹമുള്ളവർക്കും ഗുണം ചെയ്യും. എന്നിരുന്നാലും ഹൈപ്പോഗ്ലൈസീമിയയ്ക്ക് സാധ്യതയുള്ളവർക്ക് ഇതൊരു അപകടമായി മാറിയേക്കാം. പോളിഫെനോളുകളും ആന്റി ഓക്സിഡന്റുകളുടെയും ഉയർന്ന സാന്ദ്രത കാരണം നെല്ലിക്കയ്ക്ക് ശക്തമായ പ്രമേഹ വിരുദ്ധ ഫലങ്ങളുണ്ട്. ഇത് ഇൻസുലിൻ സംവേദനക്ഷമതയും ഗ്ലൂക്കോസ് ആഗിരണവും വർദ്ധിപ്പിക്കും. ഇതിനകം തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ശരീരത്തിൽ കുറവുള്ളവർ ഇത് കഴിച്ചാൽ വീണ്ടും ഷുഗർ കുറയുമെന്ന് കാണാൻ കഴിയും. ഇത് തലകറക്കം, ക്ഷീണം, ആശയക്കുഴപ്പം, ബോധക്ഷയം തുടങ്ങിയ ലക്ഷണങ്ങളിലേക്ക് നയിച്ചേക്കാം. നെല്ലിക്കയ്ക്ക് അസിഡിറ്റി സ്വഭാവവും ഉയർന്ന വൈറ്റമിൻ സി ഉള്ളടക്കവും ഉണ്ട്. ഇത് ചിലപ്പോൾ ആമാശയപാളിയെ പ്രകോപിപ്പിക്കും. ദഹനനാളത്തിന്റെ സംവേദനക്ഷമത, ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ അൾസറിന്റെ ചരിത്രമുള്ള ആളുകൾക്ക് നെല്ലിക്ക കഴിച്ചതിനു ശേഷം നെഞ്ചെരിച്ചിൽ, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വഷളായേക്കാം. ചില സന്ദർഭങ്ങളിൽ നെല്ലിക്കയ്ക്ക് ഗ്യാസ്ട്രോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളുണ്ട്. എങ്കിലും അതിന്റെ പുളി രുചി സെൻസിറ്റീവ് വ്യക്തികളിൽ അസിഡിറ്റിക്ക് കാരണമാവും. നെല്ലിക്കയ്ക്ക് സ്വാഭാവിക രക്തം നേർപ്പിക്കുന്ന ഗുണങ്ങളുമുണ്ട്. ഇത് ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും. എന്നിരുന്നാലും വാർഫറിൻ, ആസ്പിരിൻ അല്ലെങ്കിൽ ക്ലോപ്പിഡ്രോഗൽ പോലെയുള്ള ആന്റി കൊയാഗുലന്റ് അല്ലെങ്കിൽ ആന്റി പ്ലേറ്റ്ലെറ്റ് മരുന്നുകൾ ഇതിനകം കഴിക്കുന്ന വ്യക്തികൾക്ക് നെല്ലിക്ക ചേർക്കുന്നത് രക്തസ്രാവത്തിനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും. നെല്ലിക്ക സത്ത് പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ തടയുകയും കട്ട പിടിക്കുന്ന സമയം ദീർഘിപ്പിക്കുകയും ചെയ്യും. ശസ്ത്രക്രിയക്കിടെ, പരിക്കിന് ശേഷം അല്ലെങ്കിൽ രക്തസ്രാവ വൈകല്യങ്ങൾക്ക് സാധ്യതയുള്ള വ്യക്തികളിൽ ഇതൊരു പ്രശ്നമുണ്ടാക്കാം.